സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് സാമ്പത്തികമായി എടുക്കുന്ന വിവേചനം ആ നടപടിയോടുള്ള ശക്തമായ പ്രതിഷേധവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് തൊഴിലാളികളുടെ മാർച്ച്. 1 ലക്ഷം തൊഴിലാളികളെ ഈ മാർച്ചിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. കഴിഞ്ഞ 4 മാസമായി സംസ്ഥാനത്ത് ഞങ്ങൾ നടത്തിയ ക്യാമ്പയിനുകൾ, 2 പ്രചരണ ജാഥകൾ ഉൾപ്പെടെ ഈ വിഷയങ്ങളെല്ലാം തൊഴിലാളികളുടെ നല്ലവണ്ണം പ്രചരണം നടത്തിയതിനു ശേഷമാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നിശ്ചയിച്ചിട്ടുള്ളത്. 26,000 രൂപയായി തൊഴിലാളികളുടെ വേതനം ഉയർത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഞങ്ങൾ ഉയർത്തുന്നത്. അതുപോലെ തൊഴിലാളികളുടെ തൊഴിലും തൊഴിലവകാശങ്ങളും തൊഴിൽ സംരക്ഷണവും പല വെല്ലുവിളികൾ നേരിടുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തൊഴിലാളികളുടെ വിഷയങ്ങളിൽ കൂടുതൽ പരിഗണനയും മുൻഗണനയും നൽകണം. അതോടൊപ്പം ബഡ്ജറ്റ് സപ്പോർട്ടും നല്ലവണ്ണം തൊഴിൽ മേഖലയോട് ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയും ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുകയാണ്. ഒരു വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ സമയം 8 മണിക്കൂർ എന്നത് വർദ്ധിപ്പിക്കാനുള്ള നിയമങ്ങളും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അത്തരം നിർദ്ദേശങ്ങൾ വെച്ചു കഴിഞ്ഞു. ആഴ്ചയിൽ 90 മണിക്കൂറായി ജോലി സമയം വർദ്ധിപ്പിക്കണം. ഇന്ന് സർവദേശീയമായി ആഴ്ചയിൽ 48 മണിക്കൂറാണ് ജോലി, ഒരു ദിവസം 8 മണിക്കൂർ. അത് 90 മണിക്കൂറായി ഉയർത്തണമെന്ന് ഇൻഫോസിസിന്റെ തലവൻ ശ്രീ നാരായണ മൂർത്തി, അദാനി, ലോകത്തിലെ ഏറ്റവും വലിയ കുടിശ്ശനും കോർപ്പറേറ്റ് മുതലാളിയായുള്ള അദാനി, ഏറ്റവും അവസാനം LNT ചെയർമാൻ ശ്രീ സുബ്രഹ്മണ്യൻ തുടങ്ങിയ കോർപ്പറേറ്റ് മുതലാളിമാരാണ് ഈ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായം ഇവരിലൂടെ പുറത്തു വരികയാണ്. ഈ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ആലോചനകളും അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളും വരാൻ പോകുന്ന സാഹചര്യത്തിൽ തൊഴിൽ മേഖലയിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം കോഡ് ഓൺ വേജ് പാസ്സാക്കി പുതിയ തൊഴിൽ നിയമം കൊണ്ടുവന്നതോടുകൂടി തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മിനിമം വേതനം 1/3 വെട്ടിക്കുറച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റിന്റെ വലിയ സപ്പോർട്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടാകണം. അവിടെ 17-ാം തീയതി നടക്കുന്ന മാർച്ചിൽ നല്ലവണ്ണം അതിന് വേണ്ട പ്രചരണവും ഞങ്ങൾക്ക് വേണ്ട സഹായവും പത്രമാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപം MLA ഹോസ്റ്റലിന്റെ സ്റ്റാച്യൂവിന്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുക. ഇവിടെ 11 മണി മുതൽ 1 മണി വരെയാണ് ഈ സമരം. വളരെയേറെ തൊഴിലാളികൾ പങ്കെടുക്കുന്നതുകൊണ്ട് പരമാവധി യാത്രാ ബുദ്ധിമുട്ടുകളും മറ്റ് അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെയും പോലീസിന്റെയൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു.